Hi, welcome to the new session on grammar. Now, till the last class, we were learning about tenses. Let's start with active voice and passive voice in this new class. എന്താണ് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് യു മീൻ ബൈ വോയിസ് അറ്റ് ദ ഫസ്റ്റ് ടൈം? ലെറ്റ്സ് സേ വാട്ട് ഈസ് വോയിസ്? എന്താ വോയിസ്? ശബ്ദമാണ് അർത്ഥം. ആണെങ്കിൽ എന്താണ് ഗ്രാമറിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ശബ്ദം? What is meant by that? What do you mean by that? Voice is the form of verb which shows whether the subject acts or is being acted upon. It is a form of the verb which shows whether the subject is acting or is being acted upon. എന്തെങ്കിലും മനസ്സിലായോ? Okay, let's say there are two types of voice. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉണ്ട്. ഈ ആക്റ്റീവ് വോയിസാണ് നമ്മൾ സാധാരണ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സെൻറ്റൻസുകളും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് വെൻ വി സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് സെൻറ്റൻസ് ആൻഡ് ദ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അബൌട്ട് ദ ടെൻസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെൻസസ്, ഇതെല്ലാം പറഞ്ഞപ്പോൾ വി വർ ഡീലിംഗ് വിത്ത് ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമ്മളെല്ലാം എപ്പോഴും പറഞ്ഞ ഒരു സബ്ജക്റ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. സേ സബ്ജക്റ്റ് പ്ലസ് വെർബ്. ആരോ ഒരാൾ ഒരു ക്രിയ ചെയ്യുന്നുണ്ട്, ആ ക്രിയ ചെയ്യുന്നതിനെ നമ്മൾ കർത്താവെന്ന് പറയുന്നു. വി നീഡ് ദീസ് ബോത്ത് ടു ഗ്രൂപ്പ്സ് ലൈക്ക് സബ്ജക്റ്റ് ആൻഡ് വെർബ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിയ എന്ന് പറഞ്ഞതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? the activity done by the subject ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ, സബ്ജക്റ്റ് ഒരു കാര്യം ആക്ട് ചെയ്യുവാണെങ്കിൽ, സബ്ജക്റ്റ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വെർബ് എന്ന് പറയുന്നു. ഈ വെർബ് നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്. ഇതുവരെ നമ്മൾ ടെൻസസിനകത്തൊക്കെ നമ്മൾ ഏത് കാലത്തായിരുന്നു എന്ന് വെർബ് നോക്കിയിട്ട് പറഞ്ഞെങ്കിൽ വെർബ് നോക്കിയിട്ട് മറ്റൊരു കാര്യവും തീരുമാനിക്കാം, വെർബിൻ്റെ വോയിസ് എന്താണെന്ന് തീരുമാനിക്കാം. ഇവിടെ നമുക്ക് ആക്റ്റീവ് വോയിസിനകത്ത് ഒരു കാര്യം ഉറപ്പിക്കാം, സബ്ജക്റ്റാണ് ആക്ട് ചെയ്യുന്നതെന്ന്, സബ്ജക്റ്റാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ആക്റ്റീവ് വോയിസിൽ. അങ്ങനെ വന്നാൽ പാസീവ് വോയിസിൽ എന്ത് ചെയ്യും? പാസീവ് വോയിസിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതി വെക്കുന്നത് സബ്ജക്റ്റിനെ അല്ല, ഒബ്ജക്റ്റിനെയാണ്. ഐ ഗസ് ഐ എം മേക്കിംഗ് ഇറ്റ് ക്ലിയർ ടു യു. ഇതുവരെ നമ്മൾ ഒന്നാമത്തെ വാക്ക് സബ്ജക്റ്റിനെ വെച്ചെങ്കിൽ പാസീവ് വോയിസിൽ വരുമ്പോൾ സബ്ജക്റ്റിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി ആദ്യം വയ്ക്കും. ഈ ഒബ്ജക്റ്റും ഒരു നൗണാണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ ചെയ്ത ഫലം അനുഭവിച്ചയാൾ. ഓവർ ഹിയർ സബ്ജക്റ്റ് ഈസ് ബീങ് ആക്റ്റഡ് അപ്പോൺ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആളാണ്. നമുക്ക് ഈ സബ്ജക്റ്റ് ഈസ് ബീങ് ആക്റ്റഡ് അപ്പോണിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഗിവൻ മോർ ഇമ്പോർട്ടൻസ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. Now, there's one example, active voice. Wild penguins attacked my sister. എളുപ്പമാണ് അല്ലേ? വൈൽഡ് പെൻഗ്വിൻസ് അറ്റാക്ഡ് മൈ സിസ്റ്റർ. ആരാ ഇവിടെ അറ്റാക്ക് ചെയ്തത്? വൈൽഡ് പെൻഗ്വിൻസ്. കുറച്ച് പെൻഗ്വിൻസ് വന്നിട്ട്, കാട്ടിലെ പെൻഗ്വിൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു, ഒരു ക്രിയ ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു, ആക്രമിച്ചു. ആരെ ആക്രമിച്ചു? മൈ സിസ്റ്റർ. നൗ ഹൂ ഗോട്ട് അറ്റാക്ഡ് ഹിയർ? മൈ സിസ്റ്റർ. ഇനി ഇത് പാസീവ് വോയിസിൽ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഈ മൈ സിസ്റ്ററിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയണം, മൈ സിസ്റ്റർ വാസ് അറ്റാക്ഡ് ബൈ വൈൽഡ് പെൻഗ്വിൻസ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ, ക്രിയയുടെ ഫലം അനുഭവിച്ച വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ മൈ സിസ്റ്ററിനെ ആദ്യം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മൈ സിസ്റ്റർ ഇനി എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. മൈ സിസ്റ്റർ അവിടെ അങ്ങനെ ഇരിക്കത്തേയുള്ളൂ. മൈ സിസ്റ്റർ വാസ് അറ്റാക്ഡ് ബൈ വൈൽഡ് പെൻഗ്വിൻസ്. ഇപ്പോൾ ക്രിയ ചെയ്തയാളെ മാറ്റി നിർത്തിയിട്ട് ക്രിയയുടെ ഫലം അനുഭവിച്ച ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറഞ്ഞു. സോ ദാറ്റ് ഈസ് വാട്ട് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് മീൻസ്. So in active voice, the subject of the sentence performs the action. In passive voice, the subject of the sentence receives the action. ഇതെന്ത് ചെയ്യും? ഫലം വാങ്ങിക്കാനിരിക്കുന്ന ആളിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു, അഥവാ ദി ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ പാസീവ് വോയിസിൽ ആര് നിർബന്ധമായിട്ടും വേണം? ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം, അല്ലേ?
ഒബ്ജക്റ്റ് ഇല്ലാത്തൊരു സെൻറ്റൻസിനെ നമുക്ക് പാസീവ് വോയിസ് ആക്കാൻ പറ്റത്തില്ല, കാരണം ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള വെർബ് വേണം. ഒബ്ജക്റ്റ് ഉള്ള വെർബിനെയും ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബിനെയും പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. സോ ട്രാൻസിറ്റീവ് വെർബിനകത്ത് എന്തുണ്ടാവും? ഒബ്ജക്റ്റ് നിർബന്ധമുണ്ടായി. ട്രാൻസിറ്റീവ് വെർബ് ഇസ് എ വെർബ് ദാറ്റ് റിക്വയർസ് ആൻ ഒബ്ജക്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ വെറുതെ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരികയല്ല. When you are trying to communicate with someone, when you are trying to say something to someone, if that idea has to be communicated, അതിനകത്ത് നിർബന്ധമായിട്ട് ഒരു ഒബ്ജക്റ്റ് വേണം. എല്ലാ സെൻറ്റൻസിലും വേണമെന്നില്ല. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ, ഹി റോട്ട് എ നോവൽ. ഹി റോട്ട് എ നോവൽ. ഹി എന്താ ഇവിടെ? സബ്ജക്റ്റാണ്. റോട്ട് ഒരു വെർബാണ്, സംശയമില്ലല്ലോ. ഞാൻ ഇവിടെ നിർത്തുകയാണെന്നിരിക്കട്ടെ, ഹീയും റോട്ടും എ നോവലും ഞാൻ ഇല്ലയെന്ന് വെച്ചിരിക്കുക. അപ്പം ഞാൻ പറയാം ഹി റോട്ട്. അപ്പം നിങ്ങൾ എന്ത് ചോദിക്കും? ആദ്യം എന്ത് എഴുതിയെന്ന് ചോദിക്കും, ഇല്ലേ? നമുക്ക് ആ എന്ത് എഴുതിയതിൻ്റെ ഉത്തരം കിട്ടാത്തിടത്തോളം കാലം അർത്ഥം ആ വാക്യത്തിനകത്തൂടി കിട്ടേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല? കിട്ടിയിട്ടില്ല, അഥവാ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ റോട്ട് എന്ന് പറയുന്ന വെർബിന് നിർബന്ധമായിട്ട് ഒരു ഒബ്ജക്റ്റ് കൂടെ വേണം. അങ്ങനെയുള്ള വെർബുകളെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ്. സെക്കൻഡ് വൺ, അർജുന കിൽഡ് കർണ. ഞാനിവിടെ നിർത്തുകയാണെന്നിരിക്കട്ടെ, അർജുനനും കിൽഡ്. So Arjuna becomes the subject and killed is the verb. Now you say Arjuna killed. Does that give you the full meaning? No. You need to give the object of the killed. ആരെയാണോ കൊന്നത് അതും കൂടി നമ്മൾ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് അർത്ഥം പൂർണ്ണമാകുന്നില്ല. അർജുന killed കർണ. Now when there is no object, അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ പറയാം. ചില സെൻറ്റൻസുകൾക്കൊന്നും ഒബ്ജക്റ്റ് നിർബന്ധമേ അല്ല. അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പാസീവ് വോയിസ് ആക്കാനും പറ്റില്ല. ഒബ്ജക്റ്റ് വേണ്ടാത്ത സെൻറ്റൻസുകളെ വി കോൾ ഇറ്റ് ആസ് ഇൻട്രാൻസിറ്റീവ് വെർബ്. സോ ഫോർ എക്സാമ്പിൾ, ഹീ സ്ലെപ്റ്റ്. അവൻ ഉറങ്ങി. എന്തുറങ്ങിയെന്ന് ചോദിക്കുമോ? ആരെ ഉറങ്ങിയെന്ന് ചോദിക്കുമോ? വി ഡോണ്ട് നീഡ് an answer to that verb, right? So such verbs are called intransitive verb. Baby cried. കുഞ്ഞു കരഞ്ഞു. So that is what you call as intransitive verb. Now I guess you got what is meant by subject, verb and object. Object always receives the action of the subject. Now how can you find there is an object in the sentence? You just have to ask one question or two questions to the verb. മറ്റാരോടും പോയി ചോദിക്കരുത്, സബ്ജക്റ്റിനോടൊന്നും പോയി ചോദിക്കരുത്. നേരെ വെർബിനോട് പോയി ചോദിക്കണം, വാട്ട് അല്ലെങ്കിൽ ഹൂ, അതും അല്ലെങ്കിൽ ഹും. ഈ മൂന്ന് കാര്യം നിങ്ങൾ സബ്ജക്റ്റ് ഈ വെർബിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെന്നിരിക്കട്ടെ. സ്ലെപ്റ്റ് ആരെങ്കിലും പോയിട്ട് ചോദിക്കുമോ? വാട്ട് എന്തുറങ്ങിയെന്ന് ചോദിക്കുമോ? ഇല്ല. ആരെ ഉറങ്ങിയെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല? ഒബ്ജക്റ്റ് വേണ്ട, അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെയോ? റോട്ട് എന്തെഴുതി, നോവൽ എഴുതി. കിൽഡ് എന്ത് കൊന്നു എന്നല്ല ചോദിക്കുന്നത്, എന്തിനെ കൊന്നു അല്ലെങ്കിൽ ആരെ കൊന്നു. യു ഗെറ്റ് ദി ആൻസർ. കാരണം അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നത്. സോ യു ജസ്റ്റ് ഹാവ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഓർ ഹൂ ഓർ ഹും ടു ദി verb to get the object. Now this is what I told. Passive voices നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ആ വെർബ് എന്തായിരിക്കും? ട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും. ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ദ കാറ്റ് വാസ് ചേസിങ് ദി മൗസ്. ദാറ്റ് ഈസ് ആക്റ്റീവ് വോയിസ്. കാറ്റ് എന്ത് ചെയ്യുന്നു? മൗസിൻ്റെ പുറകെ ഓടുന്നു. ആൻഡ് ദെൻ യു ഹാവ് ടു സേ ഇറ്റ് ഇൻ പാസീവ് വോയിസ്. മൗസ് വാസ് ചേസ്ഡ് ബൈ. മൗസ് അല്ല ക്യാറ്റിനെ ഇട്ട് ഓടിക്കുന്നത്, ക്യാറ്റാണ് ഓടിക്കുന്നത്. ക്യാറ്റാണ് ഇവിടെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. ക്യാറ്റാണ് ഇവിടെ മൗസിനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ദ മൗസ് വാസ് ബീയിങ് ചേസ്ഡ് ബൈ ദി ക്യാറ്റ്. ഒബ്ജക്റ്റ് ആയിരുന്ന മൗസിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു. ദ മൗസ് വാസ് ബീയിങ് ചേസ്ഡ് ബൈ ദി ക്യാറ്റ്. Let's see what are the rules to change from active voice to passive voice. This is what is important for you. ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാത്തായിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ എളുപ്പമാണ്, അല്ലേ? യു ജസ്റ്റ് ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ഇൻ ദിസ് ഫോം. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എങ്ങനെ പാസീവ് ആക്കാം? ഒബ്ജക്റ്റ് പ്ലസ് ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു, പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ്
past participle form of the verb plus by plus സബ്ജക്റ്റ് മിക്ക കേസിലും നമ്മൾ പ്രോനൗൺ ആക്കി മാറ്റുകയും ചെയ്യും, റിഫ്ലക്സീവ് പ്രോനൗൺ ആക്കി മാറ്റുകയും ചെയ്യും. ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ഹി റൈറ്റ്സ് പോയംസ്. ഹി റൈറ്റ്സ് പോയംസ്. ഇവിടെ ഹി സബ്ജക്റ്റ്, ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ് ആൻഡ് ദി ഒബ്ജക്റ്റ് പോയംസ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരും. പോയംസ്. പോയംസ് ഒത്തിരി ഉള്ളത് കൊണ്ട് ആർ വെർബിൻ്റെ V3 ഫോം, റൈറ്റിൻ്റെ V3 ഫോം റിട്ടൺ ബൈ ഹി, അതിൻ്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ഹിം. പോയംസ് ആർ റിട്ടൺ ബൈ ഹിം. Just practice it, it becomes easier for you. Second one, they speak French, right? Okay, object is French. French onne ullu, so is spoken by them. So that is how you have to change the simple present tense ulla active voice ne to the passive voice. Subject plus do or does plus verb plus object engane agum? Object plus am, is or are plus verb 3 plus by plus subject. Let's see the second one, present continuous tense. Subject plus am or is or are plus verb plus ing plus object ആണ് എന്ത്? Present continuous tense. This is why I told you to learn the tenses chapter pretty clearly. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കണ്ടിട്ട് അതിനകത്ത് ആം, ഈസ്, ആർ ഉണ്ട്, പ്ലസ് വെർബിൻ്റെ കൂടെ ING ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ സെൻറ്റൻസ് ഏതിലാണെന്ന്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങോട്ടേക്ക് മാറ്റും? ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. Let's do one example. He is writing poems. I took the same example. He is writing poems. He writes poems എന്താണ്? Simple present tense ആണ്. He is writing poems present continuous tense. Okay, let's take the object. Poems ഒത്തിരി ഉള്ളതുണ്ട്. Are being written by him. Poems are being written by him. They are playing football. Object football ഒന്നേ ഉള്ളൂ. Is being played V3 form played by them. Football is being played by them. Let's move on to the third category, present perfect tense. ഒരു സെൻറ്റൻസിൽ ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയാം അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പാസീവ് ആക്കുക? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ലെറ്റ്സ് സീ. ഹി ഹാസ് റിട്ടൺ പോയംസ്. He has written poems. Poems have been written by him. അവനാൽ ഈ കവിതകൾ എഴുതപ്പെട്ടു. Poems have been written by him. They have completed the work. Object the work. The work ഒന്നേ ഉള്ളൂ, so singular ആണ്. Has been completed by them. The work has been completed by them. Okay, let's move on to the next category, simple past tense. There is nothing to change from present perfect continuous tense to passive voice. അങ്ങനെ ഇല്ല. Simple present tense, present continuous tense, present perfect tense ഉണ്ട്. And then we have to move to simple past tense. Subject plus did plus verb ആണ് simple past tense. അപ്പോൾ എങ്ങനെ മാറ്റുക? ഒബ്ജക്റ്റ് പ്ലസ് അപ്പുറത്ത് എങ്ങനെയാണ് നമ്മൾ മാറ്റിയത്? ഈസ് ഓർ ആം ഓർ ആർ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ വാസ് ഓർ വെയർ ആകും. വാസ് ഓർ വെയർ പ്ലസ് വെർബ് 3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഹി റോട്ട് പോയംസ്. ഡിഡ് പ്ലസ് റൈറ്റ് റോട്ട്. സോ പോയംസ് വെയർ റിട്ടൺ ബൈ ഹിം. പോയംസ് were written by him. He helped me. Helped past tense. So it's in simple past tense. Me എന്താകും? I was singular helped by him. I was helped by him. Past continuous tense. The rule,
സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. എങ്ങോട്ടേക്കാട്ട് നമ്മൾ മാറ്റുക? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് വെർബ് 3 പ്ലസ് സബ്ജക്റ്റ് ബൈ പ്ലസ് സബ്ജക്റ്റ്. He was writing poems. Poems plural. Were being write-ൻ്റേത് V3 form written by him. So if you know the equation, it's pretty easy for you. They were making dinner. Object dinner singular was being making V3 form made by them. Dinner was being made by them. Past perfect tense. Subject plus had plus V3 form plus object. Object plus had plus been plus V3 form plus by plus subject. He had written poems. Object എന്താകും? Poems had been written by him. They had completed the work. Past perfect അല്ലേ? had ഉള്ളതുകൊണ്ട്. So the work had been completed by them. The work had been completed by them. ഇതെല്ലാം കൂടാതെ വരുന്ന ഒന്നാണ് പിന്നെ ഓക്സിലറി വെർബുകൾ ചേർന്ന് വരുന്നതെല്ലാം. ഏത്? വില്ല്, ഷാല്, ക്യാന്, മേയ്, മൈറ്റ്. എളുപ്പമാണ്. ഒബ്ജക്റ്റ് ആദ്യം, ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. എളുപ്പമാണത്. യു മസ്റ്റ് ഡു ഇറ്റ്. ഇറ്റ് മസ്റ്റ് ബി ഡൺ ബൈ യു. ഒബ്ജക്റ്റ് ഇറ്റ്, ഓക്സിലറി ഇവിടെ മസ്റ്റ് plus be it must be. Do is the verb, done V3 form by you. Okay, you must do it. It must be done by you. You can listen to the news on a radio. Over here subject you, can auxiliary, listen verb, and then to the news it's a direct object. So the news can be listened on a radio by you. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓർക്കാനുള്ളതെന്നുള്ളത്. ചില സെൻറ്റൻസുകൾ ഇമ്പരറ്റീവ് സെൻറ്റൻസുകളായിരിക്കും. ആഫ്റ്റർ ദിസ് വിൽ മേക്ക് ഇറ്റ് ആസ് എ ചാർട്ട് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ചില സെൻറ്റൻസുകൾ ഇമ്പരറ്റീവ് സെൻറ്റൻസുകളാണ്. നമുക്ക് ഓൾറെഡി അറിയാം, കമാൻഡ്, അഡ്വൈസ്, റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്ന സെൻറ്റൻസുകൾ. നൗ അതിൽ സം ആർ ലൈക്ക് വിത്ത് കമാൻഡ് ടോൺ, റൈറ്റ്? ഓപ്പൺ ദ ഡോർ, bring me the newspaper, something, shut the door, get out. All those command tones വരുന്നിടത്ത് you must use must be in that. Close the road immediately. കൊറോണയുടെ സമയത്ത് പറഞ്ഞ വേഗം റോഡുകളെ അടയ്ക്കണം, or sit inside the room എന്നൊക്കെ പറഞ്ഞത്. Over here the verb is close. You know imperative sentenceൽ subject ഉണ്ടാവില്ല. So the verb is close. Roads object ആണ്. Now start with the roads. The roads, and then you have to use must be. The roads must be closed immediately. The roads must be closed immediately. Bring them here. Bring a verb, them object. So they must be brought here. They must be brought here. Bring in the past participle അഥവാ V3 form. They brought. So they must be brought here. ചില സെൻറ്റൻസുകൾ ഇമ്പരറ്റീവ് എന്താ? റിക്വസ്റ്റ് ആയിരിക്കും അല്ലേ? പ്ലീസ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, പ്ലീസ് സ്വിച്ച് ഓൺ ദി ലൈറ്റ്. നൗ ഇൻ ദോസ് സെൻറ്റൻസസ് വിത്ത് ദ ടോൺ ഓഫ് റിക്വസ്റ്റ് യു ഷുഡ് യൂസ് ഷുഡ് ബി ഓർ മേ ബി, അല്ലെങ്കിൽ യു ക്യാൻ ഈവൻ സ്റ്റാർട്ട് ദിസ് സെൻറ്റൻസ് വിത്ത് ലെറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. പ്ലീസ് ഹെൽപ്പ് ഹിം വിത്ത് ദിസ് പ്രോബ്ലം. സോ ദിസ് ഇസ് എ റിക്വസ്റ്റ്. ഹെൽപ്പ്, yes, it's a verb. Him is the object. Okay, let's start with him. He should be അല്ലെങ്കിൽ may be. He may be helped with this problem. He may be helped with this problem. Close the door. Let വർത്തിട്ട് എഴുതാം അല്ലേ? Let object, the door
be closed. Let plus object plus be plus v3. അപ്പോൾ let ആദ്യം, then the object the door plus be plus closed v3 form. Let the door be closed. So this is the chart which you have to write and keep it with you. ഞാൻ ആ സബ്ജക്റ്റും ഒബ്ജക്റ്റും പാർട്ട് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ദ വെർബ് പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് ആണെങ്കിൽ പാസീവ് വരുമ്പോൾ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് v3 ഫോം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing ആണെങ്കിൽ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വെർബ് 3. So this is a repetition of what we have already learned. Just write it down in your notebook and then ഇത് വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള എക്സസൈസസ് ചെയ്യാനായിട്ട്. So I have already attached this chart along with your notes, so it's easy for you to learn. Now let's do the exercises. John repaired the toaster. Now that is an active voice sentence, right? ഇനി ഏത് ടെൻസിലാണ് ഇത് വന്നിരിക്കുന്നത്? Repaired. It's in simple past tense. Did plus verb, right? So എങ്ങോട്ടാണ് ഇനി മാറ്റുക? Object plus was or were plus v3 form. Okay, object over here the toaster. Toaster onne ullu, so the toaster was v3 form. Repaired by John. The toaster was repaired by John. It's easy, right? Yeah. If you know the equation, it's very easy. Let's come to the second question. The church choir will present some well-known hymns. The church choir subject, will auxiliary, present verb, well-known hymns object, right? Okay. അപ്പോൾ ഓക്സിലറി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫ്യൂച്ചർ ടെൻസിൽ വില്ലും ഷാലും ഓക്സിലറി എന്നുള്ള രണ്ട് പേരെ ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സോ വിൽ ഓർ ഷാൽ ഷുഡ് ബി കൺസിഡർഡ് ആസ് ഓക്സിലറി. അപ്പോൾ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റുക? ഓക്സിലറി പ്ലസ് ബി പ്ലസ് വെർബ് 3. Let's start with the object. Some well-known hymns, auxiliary will plus be plus presented. Appo some well-known hymns will be presented. Some well-known hymns will be presented by the church choir. By the church choir. Third one. The retired defense officers in the town are organizing a show. ഏതാ വെർബ്? ആർ. ഓർഗനൈസിങ്. സോ വെർബ് പ്ലസ് ing ഉണ്ട്, ഓക്സിലറി വെർബ് ആറുമാണ്. ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, റൈറ്റ്. എങ്ങോട്ട് മാറ്റും? ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വെർബ് 3. ഏതാ ഇവിടെ സബ്ജക്റ്റ്? ദ റിട്ടയർഡ് ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻ ദ ടൗൺ. വെർബ് ഓർഗനൈസിങ്. Object a show. So let's start with a show. A show. A show. It's singular. So a show is being organized by the retired defense officers in the town. A show is being organized by the retired defense officers in the town. Are you getting it? Yeah. Let's move on to the fourth one. Vidya gave Maria a present. Vidya gave Maria a present. Gave. It's in simple past tense. So how to change it into passive? Was or were plus verb 3. ഇവിടെ ഏതാ? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, മരിയ ഉണ്ട്, പ്രസൻറ്റും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ ആ സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പറയാൻ. But let's say a present singular was v3 form of the give, given by Vidya. A present was given by Vidya to Maria. Maria ചേർത്തിട്ടും പറയാം. Maria singular ആണ്, was given a present by Vidya. Okay, so that's it. ചിലപ്പോഴൊക്കെ സെൻറ്റൻസ് അല്ലാതെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. വെരി ഈസി. ഹൗ ഡു ദേ ടീച്ച് യു ഗ്രാമർ? എങ്ങനെയാണ് അവർ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കുന്നത്? ഹൗ ഡു ദേ ടീച്ച് യു ഗ്രാമർ? നൗ വിച്ച് ഈസ് ദ ടെൻസ് ഓവർ ഹിയർ?
ഇറ്റ്സ് ഇൻ ഡു, റൈറ്റ്? ഡു പ്ലസ് ടീച്ച്. അപ്പോൾ അത് നമുക്ക് ഡു വന്നപ്പോഴേ അറിയാം അതെന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ മാറ്റാനുള്ള റൂൾ എന്താ? ആം, ഈസ് ഓർ ആർ പ്ലസ് V3. ഓവർ ഹിയർ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്? ഗ്രാമർ. നമുക്ക് ഗ്രാമറിനെ തുടങ്ങണം. ഗ്രാമർ, ഈസ് ഉണ്ട്, പിന്നെ ഇതെല്ലാം വരുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഹൗ? ഹൗ ഗ്രാമർ ഉള്ളതുകൊണ്ട് ഈസ് ഡൂവിന് പകരം ദ ഗ്രാമർ വെർബ് 3 ടോട്ട് ടു യു. ഹൗ ഇസ് ദ ഗ്രാമർ ടോട്ട് ടു യു? അല്ലെങ്കിൽ യുവിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ യുവിൻ്റെ കൂടെ ആറ് വരും. ഹൗ ആർ യു ടോട്ട് ഗ്രാമർ. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു വഴി ചെയ്താൽ മതി. ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നവരാ. ആദ്യം നിങ്ങൾ ആ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ നമ്മളങ്ങ് സെൻറ്റൻസ് ആക്കി മാറ്റും. അറിയാം അല്ലേ? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് വേർബിൻ്റെ വേർഡ് ഓർഡർ മാറിക്കിടക്കുവാണ്. അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റൻസ് കിട്ടും. നോക്കിക്കേ, ഹൗ ഡു ദേ ടീച്ച് യു ഗ്രാമർ. അപ്പം ഞാൻ ഈ ഹൗവിനെ വെളിയിലാക്കിയിട്ട് ഞാൻ 2 ബ്രാക്കറ്റിനകത്തേക്ക് ആക്കുക. ഇതിനെ മാക്സ് ചെയ്യുന്ന പോലെ ഹൗവിനെ അവിടെ ഇട്ടേക്കുക. ഹൗ നമുക്ക് വേണം. ഞാൻ എന്നിട്ട് ഈ അകത്ത് കിടക്കുന്ന സെൻറ്റൻസിനെ സെൻറ്റൻസ് ആക്കുവാണ്. അകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ ഫോമിനെ സെൻറ്റൻസ് ആക്കുക. ഡു ദേ ടീച്ച് യു ഗ്രാമർ. ദേ ഡു ടീച്ച് യു ഗ്രാമർ. ഡു പ്ലസ് ടീച്ച് എന്താണ്? ടീച്ച് തന്നെയാണ്. അപ്പോൾ ദേ ടീച്ച് യു ഗ്രാമർ. ഹൗയുടെ വെളിയിൽ കിടപ്പുണ്ട്. ദേ ടീച്ച് യു ഗ്രാമർ. ഇനി ഈ സെൻറ്റൻസിനെ ഞാൻ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് പാസീവ് ആക്കും. ഗ്രാമർ വാസ് ടോട്ട് ടു യു എന്നാക്കും. ഗ്രാമർ ഈസ് ടോട്ട് ടു യു ബൈ ദം എന്നാക്കും. കണ്ടോ? ഗ്രാമർ ഈസ് ടോട്ട് ടു യു ബൈ ദം. എന്നിട്ട് വീണ്ടും ഈ ഈസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട്, ബ്രാക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. ഹൗ ഈസ് ഗ്രാമർ ടോട്ട് ടു യു? ഓക്കെ. Either you can follow this like direct method or you can change by this method. ഈ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ ഈ സാധനം ഇത്രയും എക്സാമിൻ്റെ ഷീറ്റിൽ നിങ്ങൾ എഴുതരുത്. ഇത് ചെയ്ത് നിങ്ങൾക്ക് ശീലമാകണം. ലെറ്റ്സ് ഡു ദ സെക്കൻഡ് വൺ. വെൻ ഡിഡ് ദേ ബൈ ദ കാർ? ഏതാ ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് മാറ്റുന്നത്? വാസ് ഓർ വെയർ പ്ലസ് വെർബ് 3. വെൻ ഡിഡിന് പകരം വാസ്, ഒബ്ജക്റ്റ് ദ കാർ, ബൈയുടെ V3 ഫോം ബോട്ട്. വെൻ വാസ് ദ കാർ ബോട്ട്. ഞാൻ ഈ ബ്രാക്കറ്റിൽ ബൈ ദം ഇടുന്നത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. വെൻ വാസ് ദ കാർ ബോട്ട്. വെൻ വാസ് ദ കാർ ബോട്ട് ബൈ ദം. അല്ലെങ്കിൽ എങ്ങനെ മാറ്റാം? സെൻറ്റൻസിലേക്ക് മാറ്റാം. വെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിഡ് ദേ ബൈ ദ കാർ. ആൻഡ് ദെൻ വെൻ ദേ did buy the car. Did plus by bought. When they bought the car. And then you change it into passive. The car was bought by them. The car was bought by them. ഇനി ഞാൻ ഈ വാസിന് എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ആക്കണം. When was the car bought by them? Okay? When was the car bought by them? So that's it. ഇതുപോലത്തെ കുറേയധികം എക്സസൈസസ് ഐ വിൽ ബി അറ്റാച്ചിങ് ഇൻ എ സെപ്പറേറ്റ് ഷീറ്റ് ആൻഡ് ഐ വിൽ ബി ഗിവിങ് ടു യു. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദി സെഷൻ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് തോന്നിയാൽ പോലും പേടിക്കരുത്. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദി ചാർട്ട് ഇൻ എ പേപ്പർ ആൻഡ് ഡു ദി എക്സസൈസസ് ഗിവൺ അലോങ് വിത്ത് ദിസ് സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സെഷൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് എളുപ്പമാകും. And then it will become much easier for you to do it. Okay, so thank you. Be safe.